ഹായ്. അപ്പോ നമ്മുടെ തയ്ച്ച ഡ്രസ്സ് ഇട്ടില്ല, അതിനു മുമ്പായിട്ട് ബാക്കിൽ ആ ഒരു വള്ളിയൊക്കെ പിടിപ്പിച്ച്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. അച്ഛനപ്പൻ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ ഞങ്ങള് ഇതൊരു വലിയൊരു പരിപാടിയാണ്, വാർക്കയാണ്. അപ്പൊ നമ്മുടെ വീട് നമ്മൾ തനിയെ വാർക്കാൻ വേണ്ടി പോകുന്നത്. അതെ, ആർക്കും സാധിക്കാത്ത കാര്യമാണ്. അതെ, ആർക്കും സാധിക്കാത്ത കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമ്മള് നമ്മുടെ കുഴൽക്കിണറടിച്ചതിന്റെ പാറപ്പൊടി, പിന്നെ കുറച്ച് പുറകിന്നെടുത്ത് ഇറ്റിലും, പിന്നെ സിമെന്റ് അതെന്തായിന്ന് അറിയത്തില്ല, അത് കട്ട പിടിച്ചോ പോരുന്നില്ല, തണുപ്പിടിച്ച് കട്ട പിടിച്ചൊക്കെ പറയുന്നു. അപ്പൊ ഇച്ചിരി സിമെന്റ് കൂടി ചേർത്ത് നമ്മള് എന്താ ചെയ്യാൻ പോവാണ്, വാർക്കാൻ വേണ്ടി പോവാണ്. ഒരാളിവിടെ എത്തി, ഞാനും കാണട്ടെ. അപ്പം നിറച്ച് വൈകുന്നേരം സമയമാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പൊ ഭയങ്കര കൊതുകായിട്ട് നമ്മളവിടെ പുകയ്ക്കുന്നത് കണ്ടോ. ഞങ്ങള് കുന്തിരിക്കോ ചകരിയും കൂടി ഇട്ട് പുകച്ചോണ്ടിരിക്കുകയാണ്. അതാണ് അവിടെ കണ്ടോണ്ടിരിക്കുന്നത്. കുറച്ച് സിമെന്റ് മാറ്റി വെക്കുവാണ്. ബാക്കി സിമെന്റ് കൊണ്ട് ഇത്രയും നമുക്ക് സിമെന്റ് കുറവാണ്, അതുകൊണ്ട് നമ്മുടെ വാർക്ക പൊളിയോ എന്നൊന്നും അറിയത്തില്ല. അതനുസരിച്ച് എടുത്താൽ മതിയായിരുന്നു. നമ്മള് എന്ത് കുറച്ചുള്ളെങ്കിലും നമ്മളതിനെ വാർക്കും അല്ലേ. ആദ്യക്കൂട്ടം ഇവിടെ നോക്കി നിൽക്കുക കേട്ടോ, സിമെന്റ് മണ്ണും കൂട്ടുന്നൊക്കെ. അമ്മ അവിടെ എന്നാ പരിപാടി? ഈ പഴയ ഷീറ്റ് കിടപ്പുണ്ട്, അല്ലാണ്ട് ഇടിച്ചു പൊടിച്ച് കേട്ടാൻ വേണ്ടി. അപ്പൊ ഇത് ചെയ്യട്ടോ, ചോറിനോണ്ടിരിക്കുക ഞങ്ങൾ. അപ്പൊ ഇവിടെ മിക്സിങ് തുടങ്ങി കഴിഞ്ഞു. എങ്ങനെ, സിമെന്റ് കുറവാണോ? കണ്ടിട്ട് കുറവില്ലെന്നാ തോന്നുന്നു. പാറപ്പടി ആയോണ്ട് അറിയത്തില്ല, മനസ്സിലാവുന്നില്ല. ഓ, നല്ല രസം കാണാൻ. ഇത് കണ്ടിട്ട് എനിക്ക് എന്നാ തോന്നുന്നത് അറിയാമോ, അഗ്നിപർവ്വത സ്ഫോടനം നടക്കുന്ന പോലെ. കളറ് വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. നമ്മുടെ പുകയ്ക്കുന്ന സാധനം ഇവിടേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അതായിരിക്കുന്നു. അത് കൂട്ടൊരു പാമ്പറൊക്കെ അവിടെ കിടപ്പുണ്ട് കേട്ടോ. കൊതുക് ഇങ്ങോട്ടായല്ലേ. മമ്മി അപ്പുറത്ത് എന്തോ പരിപാടിയാണ്, മമ്മീനെ കാണിക്കാൻ എനിക്ക് പറ്റുന്നില്ല. മമ്മിയുടെ നല്ല കട്ടിപ്പണിയാട്ടോ. ഇതുകൊണ്ട് മമ്മി നമ്മുടെ പഴയ ഷീറ്റുകളെല്ലാം ഇടിച്ച് പൊടിച്ച് ഇവിടെ നിരത്താണ്. ഞങ്ങൾ ഇവിടെ ആണ് കോൺക്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ മൊത്തം ചെടിയല്ലേ, ഇതുണ്ടോ. അപ്പോൾ ഇത് മുഴുവൻ കോൺക്രീറ്റ് ചെയ്യാൻ ഓർത്തുകൊണ്ടാണ് ഇരിക്കുന്നത്. നമ്മളിത് കൂട്ടിയിട്ടേക്കുന്നത് വലിയ കൂട്ടാണ് കൂട്ടിയിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ എടുത്തായിട്ടതിന് ശേഷം ഇനി കാണിക്കുള്ളേ. വായോ. ഇവിടെ ഭയങ്കര പണിയാട്ടോ അകത്തോ. രാവിലെ അരി ഇട്ടിട്ടുണ്ടായിരുന്നു, അരച്ചില്ല. അരച്ച് വെച്ചില്ലെങ്കിൽ നാളെ കുടിക്കത്തില്ല, സമയം പോയി. അങ്ങനെ ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. സാധനങ്ങൾ മൊത്തം തീർന്നു. കാല പകുതി ഇരിപ്പുണ്ട്. ആദ്യക്കൂട്ടന് പരിപാടി കഴിഞ്ഞപ്പോഴേക്ക് ആദ്യക്കൂട്ടനെ എടുക്കണം. അങ്ങനെ ആദ്യക്കൂട്ടം വന്ന് മേത്ത് വലിഞ്ഞു കയറി. മമ്മി പരിപാടി കഴിഞ്ഞ് തൽക്കാലത്തേക്ക് അകത്ത് പോയി. ഇനിയും കുറച്ച് പരിപാടികൾ ഇവിടെ ഉണ്ട്. അപ്പോ ഞങ്ങളുടെ കോൺക്രീറ്റ് ഇടല് ഏതാണ്ട് എന്നാടാ അങ്ങോട്ട് പോണോ? അങ്ങോട്ട് പോയി നോക്കാം, കാണിക്കാം കൊച്ചിനെ കാണിക്കാലോ. ഞാനും കണ്ടില്ല കൊച്ചിനെ കാണണ്ടേ. പണി കാണട്ടെ എങ്ങനെയുണ്ടല്ലോ. ഇതാണ് നമ്മുടെ പണി. നോക്കണേ. അപ്പൊ ഇതാണ് ഞങ്ങള്. എന്നിട്ട് ആ തുളയിൽ കൂടെ പുറത്തേക്ക് വെള്ളം പോകും അല്ലേ. ഈ തുളയിൽ ചെറിയൊരു ചെരുവ് ഇട്ടിട്ടുണ്ട്. ചെറിയൊരു ചെരുവ് അങ്ങോട്ടുണ്ട്, കാരണം കോൺക്രീറ്റ് തികഞ്ഞില്ല. ഉണ്ട്. അത് കോൺക്രീറ്റ് ഉണ്ടായിരുന്നെങ്കിൽ അവിടെ പൊക്കിയാനേ. കോൺക്രീറ്റ് ഇല്ലാത്തത് ഉള്ളതുകൊണ്ട് അടിപൊളിയായിട്ടുണ്ട്. ഇത്രയും നീളത്തിലുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാനൊരു ഇച്ചിരി സ്ഥലത്തേ ഉണ്ടാവുള്ളൂ എന്നാണ് വിചാരിച്ചത്. ഇത് പക്ഷേ ഞങ്ങള് എനിക്കറിയാമായിരുന്നു ഇവിടം വരെ തികയായിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇവിടം വരെ എടുത്തു. കറക്റ്റ് അത് തികഞ്ഞു. അല്ല, വെള്ളം ഒഴിച്ചാൽ കറക്റ്റ് ആ പൊത്തിക്കൂടെ പോകുന്ന ഉറപ്പാണോ? ഉറപ്പൊന്നുമില്ല, ഇതിലേക്ക് കുറെ കിടക്കും, എന്നാലും അങ്ങോട്ട് വരികയില്ല. നമ്മൾ ഇങ്ങോട്ട് വെള്ളം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഇത് ചെയ്തത്. കാരണം ഇവിടെ എന്ന് വെച്ചാണ് നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകുന്നത്.
അപ്പോൾ വെള്ളം നമ്മുടെ മുറ്റത്തേക്ക് വരുമായിരുന്നു. അപ്പോൾ അത് വരാതിരുന്ന് ഈ അവിടെ ഒരു ഹോൾ ഇട്ടിട്ടുണ്ട്. ഈ ഹോളിൽ കൂടെ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള സംവിധാനമാണ് ഉണ്ടാക്കിയത്. 2 ദിവസത്തേക്ക് ചവിട്ടാൻ പറ്റിയില്ല. 2 ദിവസം കഴിയണം നോക്കണമെങ്കിൽ. നാളത്തേക്ക് ഉണങ്ങും. നാളെ വെള്ളം ഒഴിച്ചു കൊടുക്കാനുള്ള അവസ്ഥയാവും. അതുകൊണ്ട് കൊതുകിക്ക് ഭയങ്കര ഓടിച്ചിട്ട് പിടിച്ചു കൊതുകിന്. എവിടെ പുകച്ച സാധനം? പുകച്ച സാധനത്തെ എവിടെ ഇരിക്കുന്നു? കുതിരിക്കിട്ട് പോയിക്കണം. ഇന്നലെ വൈകുന്നേരം കൊതുക് ഇപ്പൊ കൂടിയില്ലേ. അപ്പൊ അടിപൊളി കേട്ടോ, ഇഷ്ടപ്പെട്ടില്ലേ? അപ്പൊ ഞങ്ങളുടെ സംഭവം അടിപൊളി. നമ്മള് പുറത്തൊക്കെ വന്ന് കഴിഞ്ഞാൽ കാലൊക്കെ കഴുകുന്ന ഇവിടുന്നായിരുന്നു. നല്ലോണം കഴുകാം. ചെറിയായാലും കഴുകി വിട്ടാൽ ഒഴുകി പോലും. ഒരു കുഞ്ഞി കല്ലെടുത്ത് ഇവിടെ കൊണ്ടിടുവാണെങ്കിൽ കാല് തേച്ച് കഴുകാം. കാലില് താഴെ കിടപ്പുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ അവിടെ പരിപാടി. സിമെന്റും ഒരു 3-4 കൊട്ട മിറ്റിലും 3-4 കൊട്ട മിറ്റിലും അതുപോലെ 3-4 കൊട്ട നമ്മുടെ പാറപ്പൊടി, നമ്മുടെ കുഴൽക്കിണറിന്റെ പാറപ്പൊടി കേട്ടോ. അതെ, അതുകൊണ്ട് എത്രത്തോളം ബലം ഉണ്ടാവുമെന്ന് അറിയത്തില്ല. ബലം കുറവായിരിക്കും. ഇവിടെ ഇടുന്നോണ്ട് വലിയ കുഴപ്പമില്ല. നമ്മളിവിടെ വേറെ മസിൽ പിടിക്കുന്നൊന്നും ഇല്ലല്ലോ. ഇല്ല, ചുമ്മാ നടന്നു പോകുന്നേ ഉള്ളൂ. വണ്ടി കയറുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ ജസ്റ്റ് ഇതില് ഇങ്ങനെ നല്ല വൃത്തിയായിട്ട് കിടക്കും. അതിനുവേണ്ടി മാത്രം ചെയ്ത കേട്ടോ. അപ്പൊ സംഭവം അടിപൊളിയായിട്ടുണ്ട്. അടിപൊളിയായില്ലേ? എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ അതെ, എല്ലാവരും ഇഷ്ടപ്പെടുവാണെങ്കിൽ ഞങ്ങളുടെ പണി ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ. ഞങ്ങൾ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു പണികളും വീഡിയോകളും ഒക്കെയാണ് ഞങ്ങളിപ്പോൾ ചെയ്യുന്നത്. അതെ, മമ്മി വന്നു. മമ്മി മൊത്തം സിമെന്റ് കുഴഞ്ഞിരിക്കുവാണ്. മമ്മിയും അലക്കാനുള്ള തുണികളൊക്കെ കിടപ്പുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് വൃത്തികേടായി കിടക്കുന്നത്. ഇത്രയുടെ ഇടാൻ പറ്റുന്ന ഓർമ്മയില്ലല്ലേ? അതെ, ഇത്രയും നീളത്തിലുണ്ടാവും ഞാൻ വിചാരിച്ചില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ അവര് വന്ന് പ്ലാൻ ചെയ്തിട്ട് പോയതാ. ആര്? പെണ്ണൊക്കെ വന്ന് പ്ലാൻ ചെയ്തിട്ട് പോയതാ. ആണോ? അതായിട്ട് ഈ പണിയിലോട്ട് വന്നത്. അവര് പറഞ്ഞത് ഞാൻ പോയിട്ട് വന്നാ. അവര് പറഞ്ഞത് ഞാൻ മമ്മിയോട് പറഞ്ഞു. അപ്പൊ മമ്മി അങ്ങനെയാണ് മമ്മിക്ക് ഐഡിയ വന്നത്. അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ വരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ. കൊതുക് ഇത് വരല കൊതുക് ഉണ്ടോ? കടിക്കുന്ന പോലും അറിയുന്നില്ല. അല്ല, ഡെങ്കിപ്പനി പിടിക്കും. പരിസരങ്ങളിലൊക്കെ ഡെങ്കിപ്പനി വ്യാപകമായിട്ടുണ്ട്. നമുക്ക് പ്രതിരോധ മരുന്നുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ വരെ എല്ലാവർക്കും ബൈ. ഗുഡ് നൈറ്റ്. മമ്മിയുടെ ബൈ ബൈ. ആദ്യം ബൈ ബൈ ഉമ്മ കൊടുത്തേ. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഒരു അടിപൊളി വർക്കിലാണ്. ഒരു നൈറ്റി ഉണ്ടായിരുന്നു. ആ നൈറ്റി വെട്ടി സെറ്റപ്പ് ആക്കി. എന്നാ തയ്ച്ച? ഫീഡിങ് കുത്തി തയ്ച്ചിരിക്കുകയാണ്. അപ്പൊ അത് അവസാന ഭാഗത്തേക്കാണ് കിടക്കുന്നത്. ആദ്യ ഭാഗം ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഞാൻ പുറത്ത് പണിയായിരുന്നോണ്ട് ഞാൻ ആ സമയത്ത് ഇവിടെ ഇരുന്ന് തയ്ക്കുമായിരുന്നു. അപ്പൊ ഞാനും മമ്മിയും പുറത്തായിരുന്നോണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇത് അവസാന ഭാഗം വള്ളി പിടിപ്പിക്കുന്ന ആ ഒരു ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇത് കഴിഞ്ഞ് മമ്മി ചായനും കുളിയൊക്കെ കഴിഞ്ഞു. ഞാൻ കുളിച്ചിട്ടില്ല. ഞാന് ചായയും കൂടെ കുടിച്ച് കുളിയും കഴിഞ്ഞ് ഇതിട്ടോണ്ട് വരാം. അതെ, ആയിക്കോട്ടെ. അറിയാലോ, കഴിയുമ്പോ അറിയാം എങ്ങനെയുണ്ടെന്ന്. പിന്നെ എങ്ങനെയുള്ള നൈറ്റിയാണ് ഞാൻ ഇങ്ങനെ ആക്കിയെന്ന് കാണിച്ചു തരാം. അത് എടുത്തു വെച്ചിട്ടുണ്ടോ ഫോട്ടോ? അല്ല, വേറൊരു നൈറ്റി ഉണ്ട് ഇതുപോലത്തെ തന്നെ. ആണോ? ഓ ശരി. ആ നൈറ്റിക്ക് കുറെ അപാകതകളൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞുതരാം. അത് ഇങ്ങനെ കൺവേർട്ട് ചെയ്തു. കുഴപ്പമില്ല. എന്നാ പിന്നെ നടക്കട്ടെ, പരിപാടി നടക്കട്ടെ. അപ്പൊ നിന്നെ മിക്കവാറും ഒരു 100% 100 മാർക്ക് തന്ന് ചിലപ്പം വിജയിപ്പിക്കാൻ സാധ്യതയുണ്ട്. ഇതുവരെ 95, 90 തന്നവരുണ്ട്. പക്ഷെ യത്നത്തിലാണ്. ഇപ്പൊ സ്ഥിരം എല്ലാ ദിവസവും ഇതൊക്കെ തന്നെ പരിപാടി. എന്തെങ്കിലുമൊക്കെ എടുത്ത് വെട്ടുക, ഓരോന്നോരോന്ന് തയ്ക്കുക. ചെറുപ്പത്തിലെ പാവ ഉണ്ടായിരുന്നു എനിക്ക്, കുഞ്ഞൊരു പാവ. അതിന് പപ്പയുടെ ബനിയന് മുറിച്ച് ഉടുപ്പ് തയ്ച്ചു. അന്ന് ഇങ്ങനത്തെ മറ്റേ ചവിട്ടുന്ന മെഷീൻ ഉണ്ടായിരുന്നു വീട്ടില്. എന്റെ ചെറുപ്പത്തിലാ തയ്ച്ചു. പക്ഷെ എല്ലാം കുളമായി. പപ്പയുടെ ബനിയനെല്ലാം പോയി. ഞാൻ അതിപ്പോ ഓർക്കുമായിരുന്നു. ഇപ്പൊ ഇനിയിപ്പോ എന്റെ ഡോക്ടറും പാലും ഒക്കെ മിക്കവാറും കണ്ടിരിക്കും. സാരിയൊക്കെ എടുത്ത് മലമാരി വെച്ച് കൂട്ടിക്കോ കേട്ടോ. ഹായ്. അപ്പോ നമ്മുടെ തയ്ച്ച ഡ്രസ്സ് ഇട്ടില്ല. അതിനു മുമ്പായിട്ട് അതിന് മുൻപ് ഇങ്ങനെ ഒരു നൈറ്റി ആയിരുന്നു. ഇങ്ങനെയാണ് ആ നൈറ്റി ഇരുന്നത്. അപ്പൊ അത് പച്ചയായിരുന്നു. അത് കാണിക്കാം. അപ്പൊ ഇത് കണ്ട, അതിന് അടിവശത്ത് 2 സൈഡിലല്ലേ? താഴത്തെ സൈഡില് വയറങ്ക വരും അല്ലേ? അവിടെയാണ് സിപ്പ് ഇരിക്കുന്നത്. ശരിക്കും സിപ്പ് ഇവിടെ അല്ല വേണ്ടത്, ഈ സൈഡിൽ ഇച്ചിരി കേറിയായിരുന്നു വേണ്ടിയിരുന്നത്. അപ്പൊ ഇങ്ങനെ സിപ്പ് തയ്ച്ച് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ആദ്യക്കുട്ടന്റെ സമയത്ത് എടുത്ത നൈറ്റിയാണിത്.
പക്ഷെ അന്നേരം ഹോസ്പിറ്റലിൽ നൈറ്റി വേണമെന്ന് പറഞ്ഞിട്ട് എടുത്തതാണിത്. പക്ഷെ ഇവിടെ ആയിപ്പോയി സിബ് എന്നുള്ള കാര്യം നമുക്ക് അറിയത്തില്ലായിരുന്നു. ആ സമയത്ത് എക്സ്പീരിയൻസ് ഒന്നും ഇല്ലല്ലോ. പാലും ഇതുകൊണ്ടൊരു പ്രയോജനമില്ലല്ലോ. ഇല്ല, പാലും എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഞാൻ അല്ല ഹോസ്പിറ്റലിലെ സമയത്തൊന്നും ഈ നൈറ്റി യൂസ് ചെയ്തിട്ടില്ല. അപ്പം ഈ നൈറ്റി ഇങ്ങനത്തെ ഒരു നൈറ്റി, ഈ മോഡല് നൈറ്റിയാണ്, ഇതുപോലെ കിടന്നൊരു നൈറ്റിയാണ്. അതിനെയാണ് നമ്മള് ഫീഡിങ് കുർത്തയായിട്ട് തയ്ച്ചേക്കുന്നത്. അപ്പൊ ഇനി അതിട്ട് കാണിക്കാം അല്ലേ? ഓക്കെ. ഹലോ ഗൈസ്, ഇതാണ് അടുത്ത സംഭവം. രണ്ടാമത് ഇതാണ് ഫീഡിങ് കുർത്ത തയ്ച്ചിരിക്കുന്നത്. കണ്ടോ, ഞാൻ അങ്ങനത്തെ നൈറ്റി ഇങ്ങനെ ആക്കി. അതെ, ഇങ്ങനെ ആക്കിയപ്പോൾ ഇവിടെ രണ്ട് സൈഡിൽ സിബ് ഒക്കെ വെച്ചിട്ടുണ്ട്. രണ്ട് സൈഡിൽ ഇങ്ങനെ സൈഡ് സിബ് വെച്ചിരിക്കുന്നുണ്ട്. രണ്ട് സൈഡിലാണ് സിബ് വെച്ചിരിക്കുന്നത്. അതെ, ഇവിടെ വരെ സിബ് വെച്ചിരിക്കുന്നത്. അതെ, പിന്നെ ഞെറുകളിട്ട് പാവാട പോലെ താഴോട്ട് ഒരു കുർത്ത ടൈപ്പ് ആക്കി. കുർത്ത ടൈപ്പ്, അതെ അതെ. പിന്നെ ബാക്കിൽ ആ ഒരു വള്ളിയൊക്കെ പിടിപ്പിച്ച് ഇച്ചിരി ഞൊറുകളൊക്കെ ഇട്ടിട്ടുണ്ട്. ഞൊറി ഇട്ടിട്ടുണ്ടല്ലോ ഇവിടെ ചെറുതായിട്ട്. കാരണം ബാക്കിൽ അധികം തുണിയില്ലായിരുന്നു. കുറച്ച് ഞെറുകളേ ഉള്ളൂ. ഫ്രണ്ടില് ഫുള്ള് ഞെറുകളുണ്ട്. ഇറക്കം അതുകൊണ്ട് തന്നെ ഇത്രേ ഉള്ളൂ. ഇറക്കം കുറഞ്ഞല്ലേ? ഞൊറിയിട്ടുണ്ടാണോ? അല്ല, ഇവിടെ വെട്ടിയിട്ട് കേറ്റി വെച്ച് കഴിഞ്ഞു. ഓ ശരി ശരി. ആ സിബ് ഇരുന്നിടത്തല്ല കേട്ടോ സിബ് വെച്ചിരിക്കുന്നത്. സിബ് മാറ്റി വെച്ചേക്കുന്നത് വേറെ ഇൻവിസിബിൾ സിബ് ആക്കി. ആ സിബ് ഇൻവിസിബിൾ അല്ല, അതൊരു സാധനത്തിന്റെ ഉള്ളിൽ ഇങ്ങനെ മറഞ്ഞിരിക്കുവായിരുന്നു. ഇൻവിസിബിൾ സിബ് ആക്കിയിട്ട് ആ ഭാഗം എന്താ ചെയ്തു? അത് അടിച്ചോ നീ? അവിടെ ഇവിടെ ഇതാട്ടോ ആ ഭാഗം. ഓ ശരി. ഞാൻ അടിച്ചു. സിബ് എടുത്ത് കളഞ്ഞിട്ട് ഇവിടെ അടിച്ചു. അതുകൊണ്ടാണ് ഫ്രണ്ടിൽ കുറച്ച് വീതി കൂടിയിട്ട് ഈ ഞെറുകൾ ഇടാൻ പറ്റിയത്. സിബ് എടുത്ത് കളഞ്ഞുകൊണ്ട് എന്തായാലും അതെ, ഇങ്ങനെയാക്കി മാറ്റി. അപ്പൊ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുവോ ഇല്ല എന്നുള്ളത് നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയുക. അപ്പൊ ഈ സിബ് അടിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് അത്ര പെർഫെക്റ്റ് ആയിട്ട് അറിയത്തില്ല. ഓ, ലൈറ്റ് ഓഫ് ആയി പോയേ. പറഞ്ഞു. സിബ് അത്ര പെർഫെക്റ്റ് ആയിട്ട് അറിയത്തില്ല. ചെറുതായിട്ട് സിബ് കാണാം, പക്ഷെ ഈ സെയിം ഡ്രസ്സിന്റെ കളർ ആയതുകൊണ്ട് അങ്ങനെ അറിയാൻ പറ്റുന്നില്ല. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ, വീഡിയോ നല്ല ഈ ഡ്രസ്സ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴേക്ക് ഒരു ഉപകാരമുള്ളത് എന്നാന്ന് വെച്ചാല്, നൈറ്റി തുണി 3 മീറ്റർ തുണിയാണ്. അതിന് ഏകദേശം 170, 180, 150 ആ ഒരു റേഞ്ചിലെ നമുക്ക് മേടിക്കാൻ കിട്ടും. അപ്പൊ അങ്ങനെ ഒരു ഡ്രസ്സ് മേടിച്ച് നമുക്ക് തന്നെ തയ്ക്കാൻ അറിയാമെങ്കിൽ ആ ഒരു ക്ലോത്ത് കൊണ്ട് 180 രൂപയ്ക്ക് 150 രൂപയ്ക്ക് ഇങ്ങനെ ഒരു ടോപ്പ് തയ്ക്കാൻ വേണ്ടി പറ്റും. അതാണ് എന്റെ മനസ്സിൽ ആദ്യം വന്ന ഐഡിയ. എന്തായാലും ഐഡിയ അത്യാവശ്യം സക്സസ് ആയിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതി നല്ലൊരു ഡ്രസ്സായിട്ട് തന്നെ ഉപയോഗിക്കാം അല്ലേ? ഉണ്ട്. കാരണം ഇതിനകത്തൊരു കുറ്റം പറയാനായിട്ട് എനിക്കും തോന്നുന്നില്ല. നിങ്ങൾ കണ്ടിട്ട് പറയാ. ഇതിന്റെ കഴുത്തൊക്കെ ഓൾറെഡി ഉള്ളതുകൊണ്ട് അതെ, നൈറ്റിക്ക് കഴുത്തുള്ളതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. കൈയും പിടിപ്പിക്കേണ്ടി വന്നില്ല. ഓ ശരി. ഈ ഒരു ഭാഗവും ബാക്കില് അത് മാത്രമേ ചെയ്തുള്ളൂ. എന്നാലും ഒരു കുഴപ്പമില്ല. ഞാൻ നോക്കിയിട്ട് കുഴപ്പങ്ങളൊന്നുമില്ല. കഴിഞ്ഞ ദിവസം 90 മാർക്ക് വരെ കിട്ടിയായിരുന്നു. ഈ പ്രാവശ്യം എത്ര തരുമെന്ന് പറയണേ? ഞാൻ 100 എത്തിക്കാൻ വേണ്ടി നോക്കുകയാണ്. ആരെങ്കിലും എനിക്ക് 100 തരുമോ നോക്കട്ടെ. 100 എത്തിച്ചാൽ കൂടി പോയാലോ? 100 കിട്ടിക്കഴിഞ്ഞാൽ അഹങ്കാരമായി പോയാലോ? അതൊന്നും ആവത്തില്ല. ഇല്ല. അപ്പൊ എന്തായാലും നമുക്ക് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. ഇത് ഡ്രസ്സൊക്കെ ഇഷ്ടമായെങ്കിൽ, വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. ചായനും മമ്മിന്ന് ഭയങ്കര എഫോർട്ടായിരുന്നു. അത് ആ ഭാഗം ഇഷ്ടമായെങ്കിലും ഈ ഡ്രസ് ഇഷ്ടമായെങ്കിലും എല്ലാം കൂടെ കൂട്ടിയിട്ട് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായമൊക്കെ താഴേക്ക് കമന്റ് ആയിട്ട് ഇടാനും മറക്കരുത്. അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. എല്ലാ വീഡിയോയിലും ഡ്രസ്സ് അടിച്ചിടലോ തന്നെയോ പരിപാടിയുള്ളത്. ഇപ്പൊ അടുപ്പിച്ച് 3ാമത്തെ ഡ്രസ്സാണ് ഈ കാണുന്നല്ലേ? പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ്. നല്ല ഡ്രസ്സുണ്ട് കാണാനായിട്ട്, കുഴപ്പമില്ല. നല്ല ഡ്രസ്സ് 3 നിങ്ങൾ പറയണം നിങ്ങൾക്ക് 3 ഏറ്റവും ഇഷ്ടപ്പെട്ട. ഓക്കെ. അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.